സാദിഖ് റഹ്മാൻ സിനിമാ മേഖലയുമായി വലിയ അതോടൊപ്പം തന്നെ സിനിമാ ബന്ധമുള്ള ആളുകളെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇതിന്റെ ചുവടുപിടിച്ചാണ് ഇഡിയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഫ്രാഞ്ചൈസി നൽകാമെന്ന് പറഞ്ഞ് 100ലധികം പേരിൽ നിന്ന് ലക്ഷങ്ങളാണ് ഈ സാദിഖ് റഹ്മാൻ പിടിച്ചിരിക്കുന്നത്. പണം കൊടുക്കാതെ തട്ടിപ്പ് നടത്തിയതായിരുന്നു പരാതി തുടർന്നായിരുന്നു കേസ് വന്നത്. അതിന്റെ അടക്കം നടപടിക്രമങ്ങളൊക്കെ സ്വീകരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ജയസൂര്യമായിട്ടുള്ള ലിങ്ക് ഈ സാദിഖ് റഹ്മാൻ സിനിമ ബന്ധമുണ്ട്. സാദിഖ് റഹ്മാൻ ചില സിനിമകളൊക്കെ അഭിനയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്തരം ചില കാര്യങ്ങൾ കൂടി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ജയസൂര്യയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഈ സാദിഖ് റഹ്മാനുമായിട്ടുള്ള അല്ലെങ്കിൽ സേവ് ബോക്സ് ആപ്പുമായി ബന്ധപ്പെട്ട ഒരു ലിങ്കിന്റെ പേരിലാണ് ഇപ്പോൾ നടൻ ജയസൂര്യയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി ഓഫീസിൽ വിശദമായി ചോദ്യം ചെയ്യുന്നത്. 100 പേരിലധികം ആളുകളെ ഈ ഒരു തട്ടിപ്പിൽ ഇരയാക്കി എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാരപ്പെട്ട കാര്യമല്ല. അങ്ങനെ കണക്കാക്കാനും സാധിക്കുകയില്ല. ശരിക്കും ഇവന്മാർക്കൊക്കെ എന്തിന്റെ കേടാണെന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പോ ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ള ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ഓരോന്നിനും ഇറങ്ങിത്തിരിക്കുമ്പോൾ ഓർക്കേണ്ടത്, നമ്മൾ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അതൊരു നാളെ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. നമ്മുടെ കരിയർ നഷ്ടപ്പെടും. അവിടെ നമുക്ക് മറ്റുള്ളവർ തരുന്ന ബഹുമാനവും സ്നേഹവും ഒക്കെ പോവും. അപ്പൊ ആ ഒരു ബോധമെങ്കിലും ജനങ്ങൾക്ക് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് എന്ന് കരുതി ഈ പുള്ളിക്കാരൻ ജയസൂര്യയെ ഇതിന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന് കരുതിയിട്ട് നമ്മൾ ജയസൂര്യ തെറ്റ് ചെയ്തു എന്നൊന്നും പറയുന്നില്ല. കാരണം അതിന് ഇനിയും കാര്യങ്ങൾ പുറത്തു വരാനായിട്ടുണ്ട്.